Slosa avun tehveran Shurarama biskosa Slosa tehve seina kasya Slosa tehve yamkina Slosa tehve Saipa alidain Slosa tehve sanavattalaresham Ladies and gentlemen, may I have your attention please? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Welcome. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സർവചരാചരങ്ങളെയും ജീവജാലങ്ങളെയും കടലിനെയും കരയെയും സൃഷ്ടിച്ച ദൈവം പൂഴി കൊണ്ട് മനുഷ്യനെ മെനഞ്ഞെടുത്തു. അവൻ ഇണയും തുണയുമായി അവന്റെ വാരിയെല്ലെടുത്ത് ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു. എല്ലാം നല്ലതായിരിക്കുന്നു എന്നവൻ കണ്ടു. അവർക്ക് പാർക്കുവാൻ ഏദൻ തോട്ടം നൽകി. നന്മതിന്മകളെ തിരിച്ചറിയാൻ പറ്റാത്ത മനുഷ്യൻ പാപത്തിന്റെ പിടിയിലമർന്നു. പാപികളെ തേടിയെത്തുന്ന ദൈവം ആദത്തെ തേടിയെത്തി. ആദം, ആദം, നീ എവിടെയാണ്? നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ, നീ തിന്നരുതെന്ന് പറഞ്ഞ പഴം എനിക്ക് പറിച്ചു തന്നു. ഞാനത് തിന്നു. നീ എന്താണ് ചെയ്തത്? മണ്ണിൽ നിന്നെടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്കു തന്നെ നീ മടങ്ങും. ആദത്തിന്റെ മക്കളായ കായേനും ആബേലും. കായേന്റെ സന്തതി പരമ്പരകളാൽ കാലങ്ങൾ പലത് കഴിഞ്ഞു. ഭൂമിയിൽ ആദത്തിന്റെ വംശം വളർന്നു വന്നപ്പോൾ മനുഷ്യന്റെ ദുഷ്ടതയും വർദ്ധിച്ചു. ദുഷിച്ച ചിന്തകളാലും ഭാവനകളാലും ഹൃദയം നിറഞ്ഞ മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുവാൻ ദൈവം തീരുമാനിച്ചു. നല്ല മനുഷ്യനെ ഭൂമിയിൽ നിലനിർത്തുവാൻ ആ തലമുറയിലെ നീതിമാനും കറയറ്റ മനുഷ്യനുമായ നോഹയെ ദൈവം തിരഞ്ഞെടുത്തു.
സകല ജീവജാലങ്ങളെയും ഓരോ ജോഡിയായി നാശത്തിൽ നിന്ന് രക്ഷിച്ച് ഭൂമുഖത്തെ വംശം നിലനിർത്താൻ വേണ്ടി ദൈവകൽപ്പനയനുസരിച്ച് നോഹ പ്രവർത്തിച്ചു. കാലാകാലങ്ങളിൽ പൂർവപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം തനിക്കു വേണ്ടി ഒരു ജനതയെ രൂപപ്പെടുത്തി. വിശ്വാസത്തിന്റെ പിതാവായി അബ്രാഹത്തെ തിരഞ്ഞെടുത്തു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും ഒരു വലിയ ജനതയെ ദൈവം രൂപപ്പെടുത്തി. അബ്രഹാം, നിന്റെ 100-ാം വയസ്സിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. അവന് ഇസഹാക്ക് എന്ന് നീ പേര് നൽകണം. അവന്റെ സന്തതികളെ ഞാൻ വലിയ ജനമാക്കും. ഉജ്ജ്വലമായ വിശ്വാസ തീക്ഷ്ണതയാൽ സ്വപുത്രനെ പോലും ബലി കഴിക്കുവാൻ തയ്യാറായ അബ്രാഹത്തിന്റെ മകനായ യാക്കോബിന്റെ മകൻ ജോസഫിലൂടെ ഈജിപ്തിൽ വാസമുറപ്പിച്ച ദൈവജനം അവിടെ കാലങ്ങൾക്ക് ശേഷം ക്രൂര പീഡനങ്ങളാൽ അടിമകളായി തീർന്നു. ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. കഷ്ടതയനുഭവിക്കുന്ന തന്റെ ജനത്തെ കണ്ട് കരളലിഞ്ഞ ദൈവം ഈജിപ്തിലെ തടവറയിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ തീരുമാനിച്ചു. ലേവി ഗോത്രത്തിൽപ്പെട്ട മോശയ്ക്ക് മലമുകളിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. മോശേ, നീ അടുത്തു വരരുത്. നിന്റെ ചെരിപ്പഴിച്ചു മാറ്റുക. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. ജനത്തിന്റെ ക്ലേശം ഞാൻ കണ്ടു. അവരുടെ രോദനങ്ങൾ ഞാൻ കേട്ടു. അവരെ തേനും പാലുമൊഴുകുന്ന ദേശത്തേക്ക് നയിക്കാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട മോശ വഴി ദൈവം ഫറവോയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. 10 ശിക്ഷകളിലൂടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച ദൈവം ചെങ്കടലിനെ 2 പിളർത്തിയവൻ, മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷിയും നൽകിയവൻ, പാറയിൽ നിന്ന് ദാഹജലമൊഴുക്കിയവൻ, കൂരിരുട്ടിൽ അഗ്നിസ്തംഭമായി, വഴികാട്ടാൻ മേഘസ്തംഭമായി കൂടെ നടന്നവൻ, കരുണാമയനായ കർത്താവ്. കർത്താവ് നിന്നെ നിര
പ്രവാചകന്മാരിലൂടെ രാജാക്കന്മാരുടെ അകൃത്യങ്ങളെ തുറന്നു കാട്ടിയ ദൈവം. വിശ്വാസമുണ്ടെങ്കിൽ അചഞ്ചലമായ ആത്മധൈര്യത്തോടെ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും കടന്നു ചെന്ന് ആരുടെ മുമ്പിലും അവനെ ഉദ്ഘോഷിക്കുവാൻ ഉത്സാഹം കാണിച്ച ധീരപ്രവാചകന്മാരുടെ ശബ്ദം. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. സമുദ്രജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഒരു ശിശു അവയെ നയിക്കും. യുഗയുഗാന്തരങ്ങളായി തലമുറകളിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനെ ഉദരത്തിൽ സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവൾ, കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചവൾ, കർത്താവിന്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറ്റപ്പെടുവാൻ മനസ്സു തുറന്നവൾ. ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ കർത്താവിന്റെ ദാസി. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ ടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. സമ്മാനങ്ങൾ രാജാക്കന്മാർ വാഴ്ത്തിപ്പാടി ലോകത്തായി വാഴ്ത്തുന്നേ സ്നേഹത്താലെ രാജാതിരാജനേ എന്റെ മാർഗദീപമേ എൻ ജീവധാരയിൽ ചൈതന്യമാകണേ. ഉൾക്കൂട്ടിലെ പുൽപ്പായയിൽ കനിവായി വാഴണേ. ഒട്ടാശ
കടലാസു പൂക്കുത്തി കമ്പിത്തിരി മത്താപ്പു റോക്കറ്റ് ചെമ്പൂത്തിരി ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി വിരണ്ടല്ലോ പിന്നിൽ താരകൾ പുൽകിരി തൂകി മണ്ണിൽ ക്രോറിയ നാരങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലി തടിക്കുകയായി എങ്ങും ആഘോഷമുണറുകയായി. കൊലപാതകങ്ങളുടെ അട്ടഹാസങ്ങൾ, കാതടപ്പിക്കുന്ന കൂട്ടക്കരച്ചിൽ, പടയാളികളുടെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്ന അമ്മമാർ, തന്റെ മാറിൽ പറ്റിച്ചേർന്ന് കിടന്ന തന്റെ പിഞ്ചോമനയെ വലിച്ചു പറിച്ചെടുത്തു കൊന്ന ഹെറോദേസിന്റെ പടയാളികളെ ആട്ടിയോടിക്കുന്ന അമ്മമാരുടെ തേങ്ങലുകൾ. ദൈവത്തിന്റെ പദ്ധതിയെ ശിരസാ വഹിച്ചവർ ഈ കൊലവിളികൾ കേൾക്കാതെ ദൈവം കാട്ടിയ വഴിയെ യാത്ര തുടർന്നു. ചൂളമടിക്കുന്ന മണൽക്കാറ്റിന്റെ ഇരമ്പലിനെ വകവയ്ക്കാതെ ഉറച്ച ചുവടുവയ്പ്പുകളോടെ പാതകൾ നേരെയാക്കാൻ വന്നവന്റെ സ്വരം അന്ധവിശ്വാസത്തിന്റെ ആവനാഴിയിലേക്ക് തൊടുത്ത അസ്ത്രം പോലെ. ആ ശബ്ദം അല്പവിശ്വാസത്തിന്റെ കാതുകളിൽ തട്ടി പ്രതിധ്വനിക്കുന്നത് കേൾക്കാം. വൃക്ഷങ്ങളുടെ വേരിന് കൊടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? വരാനിരിക്കുന്ന ക്രിസ്തു ഇവൻ തന്നെയോ? എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നാൽപ്പത് ദിനരാത്രങ്ങളുടെ ശക്തി ആർജിച്ചെടുത്തവൻ, നാരകീയ ശക്തികളുടെ കഠിനമായ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ കരുത്തുമായി നിൽക്കുന്നവനെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടുത്താനാവില്ല. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. സാത്താനെ, ദൂരെ പോവുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ. രോഗികൾക്ക് സൗഖ്യം നൽകിയും പാപികൾക്ക് മാനസാന്തരം നൽകിയും യൂദായിലും ഗലീലയിലും ചുറ്റി സഞ്ചരിച്ച് അവൻ ദൈവരാജ്യം പ്രഘോഷിച്ചു. അവനെ കേൾക്കാൻ ജനങ്ങൾ തിങ്ങിക്കൂടി. ശിശുക്കളെ, എന്റെ അടുക്കൽ വരുവാൻ അവരെ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്.
ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. എന്നെ സ്വർഗത്തിലേക്കു നയിക്കാൻ തന്റെ ശങ്കിലെ ചോരയും ചിന്തി എന്നെ കാത്തിരിപ്പുണ്ടെന്റെ ഈശോ, പാടി നൃത്തം ചാവിട്ടിടും ഞാൻ. എന്നെ സ്വർഗത്തിലേക്കു നയിക്കാൻ തന്റെ ശങ്കിലെ ചോരയും ചിന്തി എന്നെ കാത്തിരിപ്പുണ്ടെന്റെ ഈശോ, പാടി നൃത്തം ചാവിട്ടിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ഇല്ല പാപം എനിക്കിനി വേണ്ട, തന്റെ പാവന രക്തത്തിൽ എന്നെ മുക്കി പാപം കഴുകിക്കളഞ്ഞ് എന്റെ പാപ വിമോചകനീശോ. ഇല്ല പാപം എനിക്കിനി വേണ്ട, തന്റെ പാവന രക്തത്തിൽ എന്നെ മുക്കി പാപം കഴുകിക്കളഞ്ഞ് എന്റെ പാപ വിമോചകനീശോ. ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. പാപികളായവർ പാപിനിയായവളെ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോൾ ഇവളെ കല്ലെറിയുക, ഇവളെ കല്ലെറിയുക. ഗുരു സ്വസ്തി. ഇവൾ പാപത്തിൽ പിടിക്കപ്പെട്ടവളാണ്. കല്ലെറിഞ്ഞു കൊല്ലണം എന്നതാണ് മോശയുടെ പ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. ഇവളെ കല്ലെറിയുക, ഇവളെ കല്ലെറിയുക, ഇവളെ കല്ലെറിയണം. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ഞാനും നിന്നെ വിധിക്കുന്നില്ല. മേലിൽ പാപം ചെയ്യരുത്. എളിമയുടെയും വിനയത്തിന്റെയും സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് മാനവകുലത്തിന് തന്നെ പകുത്തു നൽകിയവൻ തന്റെ രാജ്യത്വം പ്രഘോഷിച്ചുകൊണ്ട് ജെറൂസലേമിലേക്ക് എളിമയോടെ പ്രവേശിച്ചു. തന്റെ ഓർമ്മയെന്നും ആചരിക്കുവാൻ തന്റെ ശരീരത്തെ മുറിച്ചു നൽകിയവൻ, ഒലിവ് ചില്ലകൾ ഉയർത്തിപ്പിടിച്ച് ജയ് വിളിച്ചവർ കൊലവിളി നടത്തിയപ്പോഴും, ചേർത്തു നിർത്തിയ അരിമ ശിഷ്യർ തള്ളിപ്പറഞ്ഞപ്പോഴും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ സഹനയാത്രയിലൂടെ കുരിശിലേറിയവൻ. കുരിശാലേ ലോകത്തെ വീണ്ടെടുത്ത ദൈവമേ, കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ.
നീരു തൂകി കരഞ്ഞുകൊണ്ട് യേശുനാഥ നിന്റെ രാജ്യം സ്വന്തമാക്കുവാൻ കുരിശല്ലാതില്ല മാർഗം ഭൂമിയിൽ. യേശുനാഥ നിന്റെ രാജ്യം സ്വന്തമാക്കുവാൻ കുരിശല്ലാതില്ല മാർഗം ഭൂമിയിൽ. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ. കുരിശുപാതയിൽ വീണമാനവരേവരും യേശുവിൻ തിരുച്ചോരയാൽ കൃപ നേടുന്നു. തൻ പ്രിയരുടെ പാപമേതുമേ ആഴിയിൽ അവനാഴ്ത്തുന്നു. തൻ ചിറകിൻ്റെ കീഴിലായെന്നും രക്ഷയേകി നടത്തുന്നു. കണ്ണുനീരിൻ്റെ കല്ലറകളിൽ കൈവിടുകയില്ലെൻ പ്രിയൻ. ക്രൂശിത ഞങ്ങളങ്ങയോടൊപ്പം ഉത്ഥാന ഭാഗ്യം തേടുന്നു. ക്രൂശിത ഞങ്ങളങ്ങയോടൊപ്പം ഉത്ഥാന ഭാഗ്യം തേടുന്നു. പ്രത്യാശയുടെ സന്ദേശം അനേകായിരങ്ങൾക്ക് പകർന്നുകൊണ്ട് അന്ധകാരത്തിൽ പ്രകാശമായി വെളിച്ചം. അസത്യത്തിനുമേൽ സത്യത്തിന്റെ വിജയം. ഏതൊരു കരിങ്കൽ തുരങ്കത്തെയും തകർക്കുന്ന വിശ്വാസത്തിന്റെ ശക്തി വിജയം വരിച്ചു. തോമസേ, ഞങ്ങൾ കർത്താവിനെ കണ്ടു. അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. നിങ്ങൾക്കു സമാധാനം. നിന്റെ വിരലിവിടെ കൊണ്ടുവരിക. എൻ്റെ കൈകൾ കാണുക. കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയാവുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞവരെ ലോകം മുഴുവൻ നിറഞ്ഞു കവിയുവാൻ പറഞ്ഞു വിട്ടവൻ. പാപികളെ തേടി വന്നവന്റെ പാത പിന്തുടർന്നവൻ. കാൽവരിയിലെ പരമയാഗം കണ്ടു നിന്നവൻ. തീവ്രമായ തീക്ഷ്ണതയോടെ കർത്തൃവിശ്വാസത്തെ പ്രഘോഷിക്കുവാൻ ഭൂഖണ്ഡങ്ങൾ കടന്ന് കടലും മലകളും കടന്ന് ഭാരത മണ്ണിൽ സത്യവിശ്വാസത്തിന്റെ വേരുപാകിയ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പാരമ്പര്യത്തെ നെഞ്ചിലേറ്റി നൂറ്റാണ്ടുകളായി പകർന്നു കെട്ടിയ വിശ്വാസ സത്യം കേടുകൂടാതെ സൂക്ഷിച്ച നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിനൊടുവിൽ ദൈവവിശ്വാസം വെടിയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിച്ച കുടിയേറ്റ ജനതയ്ക്ക് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ദൈവനിയോഗം പോലെ 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കിളിയാർ കണ്ടത്തിന്റെ മണ്ണിലേക്ക്
മറിയാമ്മേ, എടി മറിയാമോ, ഇത് ഇവളെവിടെ പോയി കിടക്കുവാ? ഓ, ഇന്ന് പെരുന്നാളാന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. ഓ, ഇതിവിടെ വെക്കാൻ ഒരു മേശയും കസേരയും ഇട്ടിരുന്നത് കാണുന്നില്ലല്ലോ. ഇതാരെടുത്തുകൊണ്ട് പോയോ? ഈ പിള്ളേരുടെ ഒരു കാര്യം, എന്ത് സാധനം വെച്ചാലും കാണുകയില്ല. ഈ പിള്ളേരുള്ള വീട്ടിലെല്ലാം ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. ഇത് ഇനി ഞാൻ ഇവിടെ കൊണ്ട് ഒട്ടിച്ചു വെക്കേണ്ടി വരും എന്നാ തോന്നുന്നേ. ആ, ഇവിടെ എങ്ങാനും ഇരിക്കാം. ഒരു ചുക്ക് കാപ്പിയോ തരാൻ ആരുമില്ല. ഒന്ന് മുറുക്കുകയും ചെയ്യാം. അതങ്ങനെ പള്ളിപ്പെരുന്നാളെന്ന് കേട്ട അമ്മയും മക്കളും അങ്ങ് എടുത്ത് ചാടിയേക്കുമല്ലേ. തിരിച്ചുള്ള പ്രദക്ഷിണം ഇങ്ങോട്ട് എപ്പോഴാണോ എന്തോ. എന്റെ തിരുക്കുടുംബമേ, കാത്തോളനെ എന്നെയും കുടുംബത്തെയും. ഹലോ ഓൾഡ് മാൻ, ഹൗ ആർ യു? ഏതാടാ കൊച്ചനെ നീ? ഏത് ഫാമീന്നാ? ബ്രോയിലറോ അതോ നാടനോ? കളറ് കണ്ടിട്ട് നാടനാണെന്നാ തോന്നുന്നേ. ചാണ്ടിച്ചായൻ എന്നെ മനസ്സിലായില്ല? ഞാൻ ക്രിസ്റ്റഫറിന്റെ മോനാ. പണ്ട് ഇവിടെ താമസിച്ചോണ്ടിരുന്നത് ചാണ്ടിച്ചായൻ ഓർക്കുന്നില്ലേ? ക്രിസ്റ്റഫറിന്റെ മകനാ ഞാൻ. എന്താടാ കൊച്ചേ നിന്റെ പേര്? എന്റെ പേര് മാർട്ടിൻ ക്രിസ്റ്റഫർ. ഓ, നല്ല കിടുക്കാച്ചി പേരാണല്ലോടാ ഉവ്വേ. നീ പഠിക്കുവാണോ അതോ? അതല്ലോ ചാണ്ടിച്ചായ, ഞാൻ ആഫ്രിക്കയിൽ PG ചെയ്യുക. ആ ആ ആ, അത് നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഇത് ആഫ്രിക്കൻ വംശം തന്നെയാണെന്ന്. പണ്ട് നിന്റെ അപ്പൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മുടി വെട്ടുന്നവർ വളരെ കുറവായിരുന്നു. വല്ല ആണ്ടിനും സംക്രാന്തിക്കും ഒക്കെ അവർ വീട്ടിൽ വന്ന് വെട്ടിയാലായി. ഒരു മെഷീനകത്ത് മണ്ണെണ്ണ ഒഴിച്ച് കറകറ ശബ്ദം കേൾപ്പിച്ച് വെട്ടുന്ന ഒരു രീതിയായിരുന്നേ അന്ന്. അന്നേരം ചിലരൊക്കെ കിപ്പിത്തലയന്മാരായിരുന്നു. ഇന്നാണ് മുട്ടിനും മുടി വെട്ടുന്ന നല്ല സ്റ്റൈലും കടകളുണ്ട്. എന്നിട്ടും ഇതുപോലെ കുറെ എണ്ണം വെട്ടാതെയും നനയ്ക്കാതെയും കുളിക്കാതെയും. ആ ചാണ്ടിച്ചായ, എന്തിയാ നമ്മുടെ മറിയാമ്മ ചേട്ടത്തിയൊക്കെ പിള്ളേരും? അവരിവിടെ കാണുന്നില്ലല്ലോ. എടാ കൊച്ചേ, നീ അറിഞ്ഞില്ലേ? നമ്മുടെ പള്ളിപ്പെരുന്നാള് നടക്കുക. അവര് പള്ളിയിൽ പോയിരിക്കുവാണേ. അതെന്താ, ഇന്ന് പെരുന്നാൾ ഗാനമേള വല്ലതും ഉണ്ടോ ചാണ്ടിച്ചായ? ഏയ്, ഗാനമേള ഒന്നുമില്ലടാ ഉവ്വേ. അതില് നല്ല കിടുക്കൻ സൂപ്പർ പരിപാടികളുണ്ട്. അത് നമ്മുടെ വികാരി അച്ഛൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അവരെല്ലാം കൂടി, അതായത് ഈ മോളിയും ശാന്തയും എല്ലാം പോയിരിക്കുക. നമ്മുടെ പള്ളി ഉണ്ടായിട്ട് 60 വർഷമായെന്ന കാര്യം നിനക്കറിയാമോ? 60 വർഷമോ? ഒന്ന് പോ ചാണ്ടിച്ചായ. എടാ 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 മാക്രി കൊച്ചേ. മാക്രിയോ? അതെന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കി വിളിക്കുന്ന. ചാണ്ടിച്ചായൻ എന്നെ കളിയാക്കല്ലേ. നിന്റെ പേര് ഞാനൊന്ന് ഷോർട്ടാക്കി പറഞ്ഞെന്നോ ഉള്ളടാ ഉവ്വേ. മാർട്ടിന്റെയും ക്രിസ്റ്റഫറിന്റെയും ആദ്യത്തെ അക്ഷരം എടുത്ത് അങ്ങ് മാക്രിയാക്കി, അത്രേ ഉള്ളൂ. എനിക്ക് വിളിക്കാനും അതാ എളുപ്പം. എടാ കൊച്ചേ, 60 വർഷം പൂർത്തിയാകുക നമ്മുടെ തിരുക്കുടുംബം ഇവിടെ അനുഗ്രഹത്തിന്റെ പ്രഭ ചൊരിഞ്ഞ് നിൽക്കുവാൻ തുടങ്ങിയിട്ട്. ഈ 60 വർഷമാകുന്നതിന് വേറെ എന്തോ ഒരു പേര് പറയുമല്ലോടാ. അതെന്നാടാ കൊച്ചേ? അതോ, അത് ഞാൻ ഇപ്പൊ പറയാൻ ചാണ്ടിച്ചായ. അതെന്നാടാവേ? ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ടോ? ആ പിള്ളേരൊക്കെ ഇരുന്ന് ഓരോന്ന് തോണ്ടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ നിസ്സാര കാര്യമല്ല ചാണ്ടിച്ചായ. ഓഹോ, പണ്ട് അണ്ണാച്ചിമാര് തത്തയുമായിട്ട് വന്ന് ചീട്ടടിപ്പിച്ച് ഫലം പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ കാലം മാറിപ്പോയില്ലേ? കിട്ടി ചാണ്ടിച്ചായ, കിട്ടി. അതിന്റെ പേരാണ് ഡയമണ്ട് ജൂബിലി. ആ, അതാണ് അച്ഛൻ പറഞ്ഞത്. മയമണ്ട് അല്ലല്ല, അടമണ്ട്. ഓ, അതും അല്ലല്ലോ. എന്നതാടാ കൊച്ചാ നീ പറഞ്ഞേ? ചാണ്ടിച്ചായ, ഡയമണ്ട്. ഓ, ഏതായാലും അത്. ചാണ്ടിച്ചായ, നമ്മുടെ പള്ളി ഉണ്ടാക്കിയത് ചാണ്ടിച്ചാൻ ഓർക്കുന്നുണ്ടോ? ഉണ്ടോന്നോ?
എനിക്കൊരു 19-20 വയസ്സുള്ള സമയം. നമ്മുടെ പള്ളി വരുന്നതിന് മുമ്പ് ഞാനൊക്കെ ഉപ്പുതോട് പള്ളിയിലാണ് പൊക്കോണ്ടിരുന്നത്. രാവിലെ പോയ കുർബാനയും കഴിഞ്ഞ് രാജമുടി വഴി നടന്ന് വീട്ടിലെത്തുമ്പോൾ ഉച്ചയാവും. പല സ്ഥലത്തിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ ഇങ്ങു പോരും. അങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് നമ്മുടെ മറിയാമ്മയുടെ വീട്. മനസ്സിലാവുന്നുണ്ട് കൊച്ചു കള്ളൻ. ആ കയറ്റം കയറി വരുമ്പോ ഒരു ശാലം വെള്ളം കയറി ചോദിച്ചു. അത്രേ ഉള്ളൂ ഞാൻ ചെയ്ത തെറ്റേ. വെള്ളം കൊണ്ട് അവൾ കൂടെ അങ്ങ് പോന്നു. ചുമ്മാ അതൊക്കെ ഒരു കാലം. എന്നിട്ട് അക്കാലത്താണോ നമ്മുടെ പള്ളിമണി തുടങ്ങിയത് ചാണ്ടിച്ചായ? പിന്നല്ലാതെ. ആ കാലത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1964 തോന്നുന്നു. ആ അച്ഛന്റെ പേര് ഞാൻ ശരിക്കും അങ്ങോട്ട് ഓർക്കുന്നില്ല. ഓ, എന്നതായിരുന്നു? ആ, വീട്ടുപേര് ഓർക്കുന്നുണ്ട്. തുടിയമ്പ്ലാക്കൽ അച്ഛൻ. അതെ, തുടിയമ്പ്ലാക്കൽ അച്ഛൻ തന്നെയാ ആദ്യമായി ഇത് പണിയാൻ വന്നത്. അതല്ല രസം. അന്ന് പള്ളിക്ക് സ്ഥലം നോക്കാൻ വന്നപ്പോഴേ ആ കിളാറ് കണ്ടത്തിന് താഴെ വെച്ച് അച്ഛനെയും കൂട്ടരെയും കാട്ടാനക്കൂട്ടം ഓടിച്ചു. എന്റെ അമ്മോ, അന്ന് അച്ഛനും കൂട്ടരും ഓടി മരത്തിൽ കയറിയത് കൊണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പിന്നെ ഇവിടുന്ന് ഞങ്ങള് 3-4 പേര് ചെന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് 3-4 മണിക്കൂർ കഴിഞ്ഞാണ് അച്ഛനെ താഴെ ഇറക്കിയത്. അത്രയും നേരവും അവര് മരത്തിന്റെ മണ്ടയിൽ തന്നെ. കൂടെ ഉള്ളവരൊക്കെ മരത്തിന്റെ മണ്ടയിലിരുന്ന് പിടുക്കുമൊക്കെ ചെയ്തെന്നാ ആൾക്കാർ പറയുന്നത്. അതൊക്കെ ഒരു കാലം. എന്നിട്ട് എന്തായി ചാണ്ടിച്ചായ? അന്നേ നിന്റെ കയ്യിൽ ഇരിക്കുന്ന പോലത്തെ ഈ തോന്നുന്ന സാധനം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ആ മരത്തിന്റെ മുകളിലിരുന്ന് ഒരു ഇങ്ങനെ ഫോട്ടോ എടുത്തേനെ. അതിനെന്നതാടാവേ പറയുന്നേ? അത് സെൽഫി അല്ല ചാണ്ടിച്ചായ. ആ, സെൽഫിയോ കുളിഫിയോ എനിക്കറിയില്ല. അന്ന് ഈ കുന്ത്രാണ്ട് ഇല്ലാതിരുന്നത് കുരുത്തം. അല്ലെങ്കിൽ ആനയെ ശല്യപ്പെടുത്തിയതും പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റുകാര് അച്ഛനെയും കൂട്ടരെയും പൊക്കിക്കൊണ്ട് പോയേനെ. പിന്നീട് ഒരു ദിവസം അച്ഛൻ വന്ന് അവിടെ ഒരു ഷെഡൊക്കെ കെട്ടി എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് കുർബാന തുടങ്ങി. അങ്ങനെ നമ്മുടെ പള്ളി ആരംഭിച്ചു. ചുമ്മാ അതൊക്കെ ഒരു കാലം. ഓ, അങ്ങനെയല്ലേ ഇവിടെ പള്ളി ഉണ്ടായത്. പിന്നെ ഏതൊക്കെ അച്ഛന്മാരാ ഇവിടെ വന്നത് ചാണ്ടിച്ചായ? പിന്നെ വന്നത് ഒരു ചെട്ടിപ്പറമ്പിൽ അച്ഛൻ. ആ അച്ഛൻ ഒരു വർഷമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പ് റോട്ടീന് ഇവിടെ വന്ന് കുർബാന ചെല്ലുമായിരുന്നേ. പിന്നെ വന്നത് നമ്മുടെ ആദ്യ വികാരി തോമസ് കപ്പ്യാരിമല അച്ഛനായിരുന്നു. കോരിച്ചൊരിയുന്ന കോടമഞ്ഞുള്ള ഒരു കർക്കിടക മാസത്തിൽ അച്ഛൻ നടന്നു വരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഇതുപോലുള്ള റോഡുകളൊന്നും ഇല്ലടാ കൊച്ചേ. ഇതിലെ ഓരോ വീടുകൾ മാത്രം. കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം പുറത്തിറങ്ങാനും പറ്റത്തില്ല. സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന അക്കാലത്ത് ഇവിടെ വികാരിയായി വരിക എന്നുള്ളത് ഒരു സാഹസം തന്നെ ആയിരുന്നേ. ആ അച്ഛൻ വന്നിട്ടല്ലേ ഇവിടെ CYM, CML ഇതൊക്കെ ഉണ്ടാക്കിയതേ. ആ ഇരിക്കുന്ന തല നരച്ച പലരും അന്നത്തെ പ്രവർത്തകരാ. ആ അച്ഛനാ ഇവിടെ റോഡുകളും വെട്ടാൻ തുടങ്ങിയത്. അന്നൊക്കെ റോഡ് വെട്ടാൻ പോയാ കൂലിയായിട്ട് പൈസ ഒന്നും കിട്ടത്തില്ലെന്നേ. പകരം കിട്ടുന്നത് എന്താണെന്നോ? ഗോതമ്പ്. അങ്ങനാണ് ഇവിടുത്തെ പല റോഡുകൾക്കും ഗോതമ്പ് റോഡ് എന്ന പേര് വന്നത്. ഇന്നാണെങ്കിൽ വല്ല അൽഫാമോ കുഴിമന്തിയോ ഒക്കെയാ കിട്ടുക. എന്നാൽ കോഴി റോഡെന്ന് വല്ല പേരും വന്നേനെ. എനിക്ക് നിന്നെ കണ്ടപ്പോഴേ തോന്നി നീ കോഴിന്നേ പറയുള്ളെന്ന്. ഓ, ചുമ്മാ അതൊക്കെ ഒരു കാലം. ഏടാ കൊച്ചേ, പിന്നെ വന്നത് നമ്മുടെ നടുവിലാമാക്കൽ അച്ഛൻ. ആ അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴാ പണ്ട് ഇവിടെ ഒരു പരിപാടിക്ക് ഒരു കൂട്ടായ്മക്കാര് പാട്ട് പാടിയത് ഞാൻ ഓർക്കുന്നു. നടുവിലായി വന്ന നടുവില മക്കളച്ഛൻ പള്ളിയുടെ തിരി കണ്ട് നടുങ്ങിപ്പോയി. പിന്നെ വന്നത് നമ്മുടെ കൊടിയമ്മനാൽ അച്ഛൻ. പോത്തനാമൊഴി അച്ഛനും വന്നുപോയി.
ആനിക്കോട്ടിലച്ഛനും മുരുങ്ങമറ്റും അച്ഛനും സേവനങ്ങൾ ചെയ്ത് കടന്നുപോയി. അവരൊക്കെ ഇപ്പൊ വിശ്രമ ജീവിതം നയിക്കുക എന്നാ കേട്ടത്. പിന്നീടാണ് നമ്മുടെ നെല്ലിക്കുന്നേൽ അച്ഛൻ വരുന്നത്. ആ അച്ഛനാണ് ഇവിടെ അംഗീകാരമുള്ള ഒരു സ്കൂളിനായി ശ്രമിക്കുകയും പലരുടെയും സഹായത്തോടെ ഇവിടെ UP സ്കൂൾ ആരംഭിക്കുകയും ചെയ്തു. നമ്മുടെ ഈ പഴയ പള്ളിമുറിയെ അത് പണിച്ചതും അച്ഛൻ തന്നെയാ. നെല്ലിക്കുന്നേലച്ഛൻ പോയിട്ട് വന്നത് ആരാ ചാണ്ടിച്ചായ? അത് നമ്മുടെ പുള്ളനച്ഛനല്ലേ. അച്ഛൻ നല്ല പാട്ടുകാരനായിരുന്നു ഡാവുവേ. അന്നൊക്കെ പാതിര കുർബാനയ്ക്ക് അച്ഛൻ്റെ ഒരു പാട്ട് കേൾക്കണം. ബിന്ദലനാഥ ഓശാന ഓശാന. ആ പാട്ട് കേൾക്കുമ്പോഴാ ഉറക്കം തൂങ്ങിയിരുന്ന കുട്ടികളെല്ലാം ചാടി ഏക്കുന്നത്. ചുമ്മാ അതൊക്കെ ഒരു കാലമേ. പിന്നെ പുള്ളനച്ഛൻ്റെ കാലത്തുണ്ടായ ഒരു സംഭവം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഒരു അർദ്ധരാത്രി പള്ളിമുറ്റത്ത് ഒരു തട്ടും മുട്ടും ഒക്കെ കേൾക്കുന്ന ശബ്ദം. അച്ഛൻ ഇറങ്ങി ചെന്നപ്പോ ഒരുത്തൻ അതിലേക്ക് ഇറങ്ങി നടക്കുന്നു. അച്ഛൻ ചോദിച്ചു, എന്താടാ ഇവിടെ? അവൻ പറഞ്ഞു, ഓ, ഞാനൊന്ന് കറങ്ങാൻ വന്നതാണെന്ന്. ഓ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ മുറിക്കകത്ത് പോയി വാതിൽ അടച്ചു. രാവിലെ പള്ളിമണി അടിക്കാൻ വന്ന കപ്പ്യാര് നോക്കുമ്പം ഒരുത്തൻ പള്ളിമുറ്റത്ത് കൂടെ കറങ്ങി നടക്കുക. അച്ഛനോട് എന്ന് വിവരം പറഞ്ഞു. അച്ഛൻ ഇറങ്ങി വന്ന് നോക്കിയ പിന്നെയാ അവന് വീട്ടിൽ പോകാൻ പറ്റിയതേ. ചുമ്മാ അതൊക്കെ ഒരു കാലം. പിന്നെ വന്ന അച്ഛനും പാട്ടൊക്കെ പാടുന്ന അച്ഛനായിരുന്നോ ചാണ്ടിച്ചായ? പാടുമായിരുന്നോ എന്ന് ചോദിച്ചാ പാടും. പക്ഷേങ്കില് ഈ സംഗതി തീരെ കുറവായിരുന്നു. ആ അച്ഛൻ ആരാണെന്ന് നിനക്കറിയത്തില്ലല്ലോ. അതാണ് വിറകിലുറുമ്പ് പോലത്തെ നമ്മുടെ തച്ചിലച്ഛൻ. ആ അച്ഛനാടാ ഉവ്വേ നമ്മുടെ ഈ പള്ളി പണിയിച്ചത്. അന്ന് പള്ളി പണിയാനുള്ള കട്ടയും കല്ലും ഒക്കെ താഴത്തെ കണ്ടത്തിൽ നിന്നും പള്ളിയിൽ വരുന്നവരായിരുന്നു ചുമന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നതേ. ഇന്നത്തെ പോലെ JCB ഇപ്പോഴും ഒന്നും അന്ന് ഇല്ലായിരുന്നേ. എടാ മാക്രി, നീ വന്നേ. നീ തോളയിലോട്ട് നോക്കിക്കേ. അന്ന് കട്ടയും കല്ലും ചുമന്നതിന്റെ തഴമ്പേ ഇപ്പോഴും അത് ഉണ്ടടാവേ. ആ ഇരിക്കുന്ന പലരും ഈ പള്ളിക്ക് വേണ്ടി കട്ടയും കല്ലും ഒരുപാട് ചുമന്നിട്ടുള്ളവരാ. പക്ഷെ അവർക്കതിന്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. ചുമ്മാ അതൊക്കെ ഒരു കാലം. പിന്നെ ആ കാലത്താണ് നമ്മളിവിടെ മഠം ഒക്കെ തുടങ്ങുന്നതേ. അന്നത്തെ മദറായിരുന്ന നമ്മുടെ ജീൻ മേരി സിസ്റ്ററൊക്കെ പള്ളി പണിയാൻ വേണ്ടി എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ? അതിനുശേഷം നമ്മുടെ കോട്ടക്കൽ അച്ഛൻ വന്നു. ആ അച്ഛനും ഒരു വർഷം കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി. പിന്നീട് നമ്മുടെ ഇവിടെ കൂട്ടായ്മകൾ ശക്തമാക്കുന്നതിനു വേണ്ടി അത് ചിരിക്കുന്ന ചെരുപുറ അച്ഛൻ വന്നു. നമ്മുടെ ഇടവകയിൽ 20 കൂട്ടായ്മകളും തുടങ്ങി. ഇന്നത്തെ നമ്മുടെ ഈ കൂട്ടായ്മകൾ അന്ന് അച്ഛൻ തുടങ്ങി വെച്ചതാടാവേ. പിന്നെ ഏതച്ഛനാ ചാണ്ടിച്ചായ വന്നത്? പിന്നീട് നമ്മുടെ തച്ചുകുന്നേൽ അച്ഛൻ വന്നു. അങ്ങ് ഒരു 3 വർഷവും തികച്ചിട്ടാ ഇവിടുന്ന് പോയത്. അതിനുശേഷം വന്നത് ഇപ്പോൾ നമ്മുടെ തോപ്രാങ്കുടി പള്ളി ഇരിക്കുന്ന കൊല്ലംപറമ്പിൽ അച്ഛനായിരുന്നേ. എടാ കൊച്ചേ, നീ അതേ തോണ്ടിക്കൊണ്ടിരിക്കാതെ ഞാൻ പറയുന്നത് കേക്കടാ. അതിനുശേഷം ജായിസച്ചൻ വന്നു. വാട്ടുകുടി ഇടവക ഉണ്ടായതേ കുമരകത്തുകാര അച്ഛൻ ഇവിടെ ഇരുന്ന സമയത്താണേ. അതിനുശേഷം പന്നാരക്കുന്നേൽ അച്ഛൻ വന്നു. ഈ 50 വർഷമൊക്കെ ആയപ്പം ഏതച്ഛനായിരുന്നു ചാണ്ടിച്ചായ? അത് നമ്മുടെ ബൗവത്തച്ഛൻ. ജൂബിലിയൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ആഘോഷിച്ചെന്നേ. ഗാനമേളയും നാടകവും വെടിക്കെട്ടും എന്ത് ഗംഭീരമായിരുന്നല്ലോ. ഇതെല്ലാം കഴിഞ്ഞല്ലേ നമ്മുടെ രൂപതയിലെ ഏറ്റവും നല്ല പാട്ടുകാരൻ വന്നത്, നമ്മുടെ ചെറുപറമ്പിൽ അച്ഛൻ. ആ കാലത്തൊക്കെ നല്ല അടിപൊളി ഡാൻസും പാട്ടും അല്ലായിരുന്നോ ഇവിടെ? നേരോ? എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല ചാണ്ടിച്ചായ. എടാവേ, അതിന് വല്ലപ്പോഴൊക്കെ പള്ളി വരണം, കുർബാന കാണണം, പെരുന്നാളും കൂടണം. എങ്ങോട്ടേലും പഠിക്കാനാണെന്നും പറഞ്ഞു പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല, മുറിയും വെച്ചില്ല, കുളിക്കുകയില്ല, ഇങ്ങനെ നടക്കും. കൊച്ചേ, ഇവിടെ വന്നേ വല്ലപ്പോഴും തിരുക്കുടുംബത്തോട് പ്രാർത്ഥിക്കണം. നിനക്കൊക്കെ വല്ല ഗുണവും ഉണ്ടാകണമെങ്കിൽ. ഇവിടെ എത്രയെത്ര അത്ഭുതങ്ങളാ നടന്നതെന്ന് നിനക്കറിയാവോ?
അന്നേ ചെറുപറമ്പിൽ അച്ഛൻ ഇവിടെ ഇരിക്കുന്ന കാലത്ത് പള്ളിയുടെ ഷീറ്റ് മാറിയിടുമായിരുന്നേ. അന്ന് തോപ്രാങ്കുടിയിലും കിളിയാറുകണ്ടത്തുമൊക്കെ അതിശക്തമായ മഴ. അച്ഛനും ബാക്കി പണിക്കാരും തിരുക്കുടുംബത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. നമ്മുടെ പള്ളിയുടെ പരിസരത്ത് മാത്രം മഴ പെയ്തില്ലടാ മക്കളെ. ആ മഴ നമ്മുടെ ഇവിടെ എങ്ങാനും പെയ്തിരുന്നെങ്കിൽ നമ്മുടെ പള്ളി മുഴുവൻ നനഞ്ഞ് ചളമായി പോയേനെ. തിരുക്കുടുംബത്തിന്റെ അത്ഭുതം കണ്ട് ഇവിടെയുള്ളവരെല്ലാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. നമുക്കൊന്ന് അടിച്ചു പൊളിച്ചാലോടാ മക്കളെ. നമ്മുടെ പിള്ളേരങ്ങോട്ട് ഡാൻസ് കളിക്കട്ടെ. കേറി വാടാ മക്കളെ ഇങ്ങോട്ട്. பாட்டொன்னு பாட போறேன்டா, ஆடாம இருக்க முடியாதுடா, ஊரெல்லாம் விசிலு பறக்குதுடா, இது குத்தாட்டம் ராக்காட்டம் நீ கேளுடா. பாட்டொன்னு பாட போறேன்டா, ஆடாம இருக்க முடியாதுடா, ஊரெல்லாம் விசிலு பறக்குதடா, இது குத்தாட்டம் ராக்காட்டம் நீ கேளுடா. ராக்குனா அங்க வெயிட்டுடா, குத்துனா இங்க கெத்துடா, ரெண்டுமே கலந்தா மாசுடா. சே டோ ரே மீ ஃபா சோலாட்டி டோ, ராக்கு குத்து சேர்ந்து வந்தா ராக்கா குத்து இது தாண்டா, ராக்கு குத்து சேர்ந்து வந்தா ராக்கா குத்து இது தாண்டா. थिरक रे लड़क भड़क बनता हो, खलक तलक बनता हो, फिकर फिकर जिंदा हो, बनता हो जिंदा हो, तबड़ तोड़क बनता हो, पलक तलक बनता हो, तबड़ शुकर जिंदा हो, बनता हो जिंदा हो. धड़पन रंगारे धड़कन अंगारे, तन मन गंगारे, जिंदा बनता हो. अरे तन मन गंगारे, जिंदा बनता हो. കാലത്ത് കാണാലോ ബാക്കിയുള്ളത്. കാക്കമ്പലകിലെ കക്കമ്പലത്തിലെ കാറ്റിൻ കൊണ്ടതോ പെണ്ണേ നീ, കണ്ണേ താമരെ കാതിന്റെ മഴ കണ്ടം കൂട്ടടി ഉണ്ടോലേ, പാടം പൂത്തറിഞ്ഞോടി പൂവരമിൽ വാടി കന്നി മറന്നേ, കാലൻ കാത്തു കിടച്ചോടും രാത്രിയിൽ കൂടാം കാട്ടുകരിമ്പേ, താനക 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 താനിന്നോ, താനക 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 താനിന
മരത്തിലെ കാറ്റിൽ കൊണ്ടതോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം കൂട്ടടി പൂഞ്ചോലേ മതം കൊണ്ട് മടിയിൽ മനസ്സ് മയങ്ങി സംഗീതം ഉരകിടും കടൽ പോലെ സന്തോഷം പൊഴിക്കുന്ന ഗസൽ പോലെ സംഗീതം ഉരകിടും കടൽ പോലെ സന്തോഷം പൊഴിക്കുന്ന ഗസൽ പോലെ ഈ അടിപൊളി കാലം കഴിഞ്ഞിട്ട് ഏതച്ഛനാ ചാണ്ടിച്ചായ വന്നത്? എടാ കൊച്ചേ, പിന്നെ നല്ല ഭക്തിയുടെ കാലമായിരുന്നു കുറച്ച് നാളത്തേക്ക് ഇവിടെ. കുട്ടികളെല്ലാം സ്ഥിരമായി പള്ളി വരാൻ തുടങ്ങി. ആ അച്ഛനേതാന്ന് നിനക്കറിയാവോ? അതാണ് കോയിക്കൽ അച്ഛൻ. ആ അച്ഛൻ ഒരു വർഷമേ ഇവിടെ ഇരുന്നുള്ളൂ. പിന്നെ 2 മാസത്തേക്ക് കുഴുപ്പള്ളി അച്ഛൻ വന്നു. അതിനുശേഷം വീണ്ടും കോയിക്കൽ അച്ഛൻ തന്നെ വന്നു. പിന്നെ ഇടവഴിക്കൽ അച്ഛൻ വന്നു. എടാ മാക്രി, നമുക്കൊക്കെ അവസാനം അണ്ടി ഉറങ്ങാനുള്ള സ്ഥലം ഉണ്ടാക്കിയത് ആ അച്ഛനാ, നമ്മുടെ സെമിത്തേരി. അതിനുശേഷമല്ലേ ഇറ്റലിയിൽ നമ്മുടെ മാർപ്പാപ്പയുടെ ഒക്കെ അടുത്ത് പോയി പഠിച്ചിട്ട് വന്ന നമ്മുടെ വികാരി അച്ഛൻ ഇവിടെ ചാർജ് എടുക്കുന്നത്. ആ അച്ഛന്റെ കഴിവല്ലേ നമ്മുടെ പള്ളിപ്പെരുന്നാളൊക്കെ ഇത്ര ഗംഭീരമായിട്ട് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാലും എടാ കൊച്ചേ, തിരുക്കുടുംബത്തിന്റെ അനുഗ്രഹം കൊണ്ട് എത്ര അച്ഛന്മാർ നമ്മുടെ ഇടവകയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? 7 അച്ഛന്മാരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 10-15 കന്യാസ്ത്രീകളും. കൂടുതലും നമ്മുടെ ഇവിടുത്തെ മഠത്തിൽ തന്നെയാണ് ചേർന്ന് നിൽക്കുന്നത്. അല്ലേലും അവരെല്ലാം പാവ സിസ്റ്റർമാരുമാണേ. ഈ തിരുക്കുടുംബത്തിന്റെ അനുഗ്രഹങ്ങൾ പറയാൻ തുടങ്ങിയ ഇവിടെ എങ്ങും നിൽക്കുകയില്ലടാ കൊച്ചേ. നിനക്കിത് വല്ലതും അറിയാവോ? പിന്നെ ഞാനും കേട്ടിട്ടുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാവർക്കും പറയാനുണ്ട് ഓരോരോ അത്ഭുതങ്ങൾ. എന്റെ മകൾക്ക് ജോലി കിട്ടിയത്, സംസാരിക്കാതിരുന്ന എന്റെ മകൻ സംസാരിക്കാൻ തുടങ്ങിയത്, കാണാതെ പോയ എന്റെ കുട്ടിയെ തിരിച്ചു കിട്ടിയത്, അങ്ങനെ അങ്ങനെ തലമുറ തലമുറയായി കൈമാറി വന്ന വിശ്വാസ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ, പരസ്പരം പങ്കുവച്ച വിശ്വാസ സത്യങ്ങൾ അരക്കിട്ടുറപ്പിക്കാൻ, അന്തരംഗത്തിൽ അടക്കിവച്ച സത്യവിശ്വാസത്തെ അടർത്തി മാറ്റാൻ വരുന്നവരെ അകറ്റി നിർത്താൻ, അത്ഭുതങ്ങളുടെ ആവനാഴിയിൽ നിന്ന് അണപൊട്ടിയൊഴുകുന്ന തിരുക്കുടുംബത്തിന്റെ ശക്തി അടുത്തറിഞ്ഞാനന്ദിക്കുവാൻ, അല്പവിശ്വാസം കൊണ്ടല്ല അചഞ്ചലമായ വിശ്വാസം കൊണ്ട് തിരുക്കുടുംബത്തോടൊപ്പം നമുക്കും ചേരാം. ഒരു പുറപ്പാടായി. എക്സോഡസ്.